നമസ്കാരം. ഞാൻ ഇന്നുള്ളത് നാട്ടികയിലാണ്. 1955 നവംബർ 15 അതായത് ഇന്നേ ദിവസം ഇവിടെ ഒരാൾ ജനിക്കുകയാണ്. അദ്ദേഹം ഇന്ന് ലോകം കീഴടക്കുന്ന ഒരു മനുഷ്യനായി മാറിയിരിക്കുകയാണ്. അത് ഒരുപാട് പേർക്ക് താങ്ങും തണലുമായി അദ്ദേഹം ഇന്ന് നിലനിൽക്കുന്നു. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട MA യൂസഫ് അലി സാറിന്റെ പിറന്നാൾ ദിവസമായിട്ട് നമ്മളിന്ന് നാട്ടികയിൽ എത്തിയിരിക്കുകയാണ്. ഇത് അദ്ദേഹത്തിന്റെ ME പ്രൊജക്ട്സ്, അതായത് നമ്മുടെ ഇന്റർവ്യൂയും കാര്യങ്ങളൊക്കെ നടത്തുന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഹെലിപ്പാഡും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഉള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ MA യൂസഫ് അലി സാറിന്റെ വീട്ടിലേക്ക് നടക്കുകയാണ്. അതുപോലെ അദ്ദേഹം പഠിച്ച സ്കൂളിലേക്ക് പോവാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ പോയിട്ട് കാണാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ജീവിത കഥ നമുക്ക് പതിയെ പറഞ്ഞ് അങ്ങനെ നടന്നു പോവാം. അപ്പൊ എന്തായാലും നാട്ടിക എന്ന് പറയുന്ന സ്ഥലത്തിന്റെ മാറ്റം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ നാട്ടികയൊക്കെ മാറി പുതിയ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം, ഇക്കടെ വീടിന്റെ ആ ഭാഗത്തേക്ക് പോകട്ടെ. അപ്പൊ എന്തായാലും എല്ലാവരും വിഷസ്, അതായത് കമന്റ് രൂപത്തിൽ അറിയിക്കുക, പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് MA യൂസഫ് അലി സാറിന്റെ വീടിന്റെ വഴിയിൽ കൂടെയാണ് കേട്ടോ. അത്യാവശ്യം കല്ലൊക്കെ വെച്ച് വഴിയാണ്. നിങ്ങൾക്ക് വീട് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് വലിയൊരു മതിലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തിന്റെ വീട് ഈ ഒരു വഴിക്ക് തന്നെയാണ്. ഇത് നമ്മുടെ നാട്ടിക ബീച്ചിലേക്ക് പോകുന്ന വഴിയും കൂടിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ MA യൂസഫ് അലി സാറിന്റെ ആ ഒരു വീടിന്റെ വഴിയിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതകഥ ഇങ്ങനെ പഠിച്ചു വരുമ്പോഴേ അദ്ദേഹം നമ്മുടെ ഗവൺമെന്റ് മാപ്പിള LP സ്കൂളിലും അതുപോലെ തന്നെ ഗവൺമെന്റ് ഫിഷറി സ്കൂളിലും അതുപോലെ തന്നെ സെന്റ് സേവിയർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ പഠനം പൂർത്തിയാക്കിയത്. അതിനുശേഷം അദ്ദേഹം നമ്മുടെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അദ്ദേഹത്തിന്റെ അച്ഛന്റെ അനിയന്മാർ നടത്തുന്ന ആ ഒരു MK ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു പലചരക്കടയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അവിടെ നിന്നൊക്കെയാണ് തുടക്കം. അതിനുശേഷം അദ്ദേഹം അവിടുന്ന് നേരെ അദ്ദേഹത്തിന്റെ കൊച്ചപ്പ ദുബായിലുണ്ട് അബ്ദുൽ ഖാദർ. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് യാത്ര പോകണം. ഒരു 6 ദിവസത്തെ കപ്പൽ യാത്ര മുംബൈയിൽ നിന്ന് അദ്ദേഹം യാത്ര പോകണം. അങ്ങനെ ആള് നമ്മുടെ ദുബായിലെത്താണ്. അതാണ് ഏറ്റവും നിർണായകമായ കാര്യം. അങ്ങനെ ദുബായിൽ, ഇന്നത്തെ ദുബായ് ഒന്നും അല്ലാട്ടോ അന്ന്. അപ്പൊ ആ ദുബായിൽ എത്തിച്ചേർന്നോട്ട് പിന്നെയാണ് മാറ്റങ്ങളുടെ ഒരു സംഭവം നടക്കുന്നത്. എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് വീട് കാണാം. അപ്പോൾ ഞാൻ വീട് അധികം ഷൂട്ട് ചെയ്യുന്നില്ല, കാരണം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കാരണം കൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് പോണ വഴിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഫുള്ള് അദ്ദേഹത്തിന്റെ വീടാണ്. അങ്ങനെ അദ്ദേഹം ദുബായിലെത്തി ഉള്ള കാര്യങ്ങളാണ്. പിന്നെ ഒരു ദൈവനിയോഗം എന്ന് പറഞ്ഞ പോലെ അത് അത്ഭുതകരമായിട്ട് ഇപ്പോൾ നിൽക്കുന്ന കേട്ടോ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ നോക്കാം. അപ്പൊ എന്തായാലും നമുക്ക് MA യൂസഫ് അലി സാറിന്റെ വീടിന്റെ വഴിയിലൂടെ MA യൂസഫ് അലി സാറ് ഈ അടുത്ത് പണിയേൽപ്പിച്ച പള്ളിയാണ് കേട്ടോ, നമ്മുടെ നാട്ടികയിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട്. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതും വളരെ ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ സ്കൂളും പള്ളിയും ഒക്കെ അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ. അപ്പോൾ പുതിയൊരു വീട് അദ്ദേഹം വയ്ക്കുന്നുണ്ട്. അത് ആ വഴി പോയിട്ടുള്ള ഒരു വഴിയിലാണ് കേട്ടോ പുതിയ വീട് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നാട്ടിക ബീച്ചിലാണ്. നാട്ടിക ബീച്ച് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഈ നാട്ടിക ബീച്ച് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഗൾഫിൻ്റെയൊക്കെ ഒരു പ്രതീതി കിട്ടും കേട്ടോ. അപ്പോൾ അദ്ദേഹം ഗൾഫിലേക്ക് പോവാണ്. അവിടെ കൊച്ചാപ്പരുടെ അടുത്ത് പോയിട്ട് ബിസിനസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ഇന്നത്തെ ദുബായ് ഒന്നല്ല അന്ന്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് അദ്ദേഹം അവിടെ അങ്ങനെ തുടരുകയാണ്. അങ്ങനെ അദ്ദേഹം ബിസിനസ്സിൽ എങ്ങനെ വളർച്ച ഉണ്ടാവാം എന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് നേരിട്ട് സാധനങ്ങൾ എങ്ങനെ ഇറക്കാന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പഠിക്കുകയാണ് അവിടെ നിന്നിട്ട്. അതിനുശേഷം എന്ത് ചെയ്യാണ്, അദ്ദേഹം വിദേശ രാജ്യങ്ങളിലേക്ക് യാത്രകൾ ചെയ്യാണ്. കാരണം പുതിയ കാര്യങ്ങൾ. അപ്പോഴാണ് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ തീരുമാനിക്കുകയാണ്. ചെറിയ സ്റ്റോർ അദ്ദേഹം അവിടെ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം വലിയ സ്റ്റോറാക്കിയത് മാറ്റാൻ, അതായത് വലിയ ഹൈപ്പർ മാർക്കറ്റ് പോലെ സംഭവങ്ങളിലേക്ക് അത് മാറാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സമ്പാദ്യവും എടുത്ത് വലിയ സ്റ്റോർ തുടങ്ങുന്ന സമയത്താണ് ദുബായിലും ഗൾഫ് രാജ്യങ്ങളിലും യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്. 1990-95 കാലഘട്ടങ്ങൾ. അങ്ങനെ എല്ലാവരും രാജ്യം വിട്ടു പോണ സമയത്ത് അദ്ദേഹം ഇവിടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു നോട്ടീസ് ഇറക്കുകയാണ്, അതായത് പരസ്യം ചെയ്യണം അദ്ദേഹം. ആ പരസ്യത്തിൻ്റെ ഹെഡ്ലൈൻ ഇങ്ങനെയായിരുന്നു: എനിക്ക് ഈ രാജ്യത്തോട് വിശ്വാസമാണ്, എനിക്ക് ജനങ്ങളെ വിശ്വാസമാണ് എന്നുള്ള പരസ്യം ജനങ്ങളുടെ മനസ്സിലും അവിടുത്തെ രാജകുടുംബത്തിലും എല്ലാം ഒരു വലിയ സംഭവമായി തന്നെ മാറി. അങ്ങനെ ഈ ഒരു പരസ്യം ചെന്നെത്തിയത് അന്നത്തെ രാജാവായിട്ടുള്ള ഷെയ്ഖ് സായിദ് അൽവിൻ സുൽത്താൻ അൽ നഹിയാൻ എന്ന് പറയുന്ന ആ ഒരു രാജാവിൻ്റെ അടുക്കളായിരുന്നു. ഉടൻ തന്നെ അദ്ദേഹം MA യൂസഫ് അലി സാറിനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്.
അതിനുശേഷം അന്ന് മുതൽ ആ ഒരു രാജകുടുംബമായിട്ട് നല്ല ബന്ധമാണ് അദ്ദേഹത്തിനുള്ളത് കേട്ടോ. അപ്പോൾ അത്രയും ധൈര്യത്തിൽ അത്രയും യുദ്ധം നടക്കുമ്പോഴും രാജ്യത്തോട് വിശ്വാസത്തോടെ തന്നെ നിൽക്കാൻ അദ്ദേഹം സാധിച്ചു എന്ന് പറയുന്നത് ഏറ്റവും ധൈര്യമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ സൂപ്പർ മാർക്കറ്റ് വികസിച്ചു, പല രാജ്യങ്ങളിലേക്കും പോയി. നമ്മുടെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരും മലയാളികളാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അതും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിലും ഏറ്റവും കാര്യം അദ്ദേഹത്തിൻ്റെ എളിമ തന്നെയാണ് നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടതും. അതും വളരെയധികം സന്തോഷമാണ് ഉള്ളതാണ്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു വീഡിയോയിൽ 2 പയ്യന്മാരും ഒന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് തോളിൽ കൈയിട്ടപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ വന്ന് പിടിച്ചു മാറ്റിയെങ്കിലും അദ്ദേഹം അത് വീണ്ടും എടുത്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എങ്ങനെ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അദ്ദേഹത്തിന് ഒരുപാട് ഹോസ്പിറ്റാലിറ്റി ബിസിനസ്, അതുപോലെ ഹൈപ്പർ മാർക്കറ്റ്, ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് അദ്ദേഹത്തെ കാണുന്ന നല്ല ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടില്ല. അപ്പോൾ എന്തായാലും വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയുടെ കമൻറ്റിൽ അദ്ദേഹത്തിന് ഹാപ്പി ബർത്ത്ഡേ എന്ന് എല്ലാവരും എഴുതി വിഷസ് അറിയിക്കുക. അപ്പോൾ എന്തായാലും ഇക്ക വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇക്കയുടെ കയ്യിൽ വീഡിയോ എത്തുന്നുണ്ടെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ഇക്ക. അപ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലും എല്ലാവർക്കും കൂടി അദ്ദേഹത്തെ കാണാൻ പറ്റട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നത്. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അദ്ദേഹം കാണണം എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പിറന്നാളാശംസകൾ ഇക്കയ്ക്ക് നേരെയാണ്. എന്തെങ്കിലും ഒരിക്കൽ കാണാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ അത് വളരെയധികം സന്തോഷമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക. എല്ലാവരും ആശംസകൾ MA യൂസഫ് അലി സാറിന് അറിയിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ നാട്ടിക ബീച്ച് കാണാമെന്ന സിമ്പിളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ അഭിമാനമായി മാറിയ MA യൂസഫ് അലി സാറിന് 1000 പിറന്നാളാശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ, നന്ദി.